നമസ്തേ ചിൽഡ്രൻ. ഇന്ന് ശിശുദിനം. ശിശുദിനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി. ചാച്ചാജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വേഷമാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക. തൊപ്പിയും അദ്ദേഹത്തിൻ്റെ കോട്ടും അദ്ദേഹം നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുന്ന പനിനീർ പൂവും. ഈ പനിനീർ പൂവിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണെന്നോ, അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഔദ്യോഗിക വസതിയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിലെ ഒരു പനിനീർ പൂവുമായി ആ ഗേറ്റിന് മുമ്പിൽ ഒരുപാട് നേരം കാത്തുനിന്നു. എന്നാൽ അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ ആ പെൺകുട്ടിയെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട ചാച്ചാജി അവരോട് ആ പെൺകുട്ടിയെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു. ഏറെ സന്തോഷവതിയായി എത്തിയ ആ പെൺകുട്ടി തൻ്റെ കയ്യിലെ ആ ചുമന്ന പനിനീർ പൂ അദ്ദേഹത്തിന് സ്നേഹത്തോടെ സമ്മാനിച്ചു. അന്ന് തൊട്ട് അദ്ദേഹം ആ സമയം തന്നെ ആ റോസാപ്പൂ തൻ്റെ കോട്ടിൽ അദ്ദേഹം കൂട്ടിവെച്ചു, ഒരുപാട് സ്നേഹത്തോടെ. ഇത് കണ്ട അവിടുത്തെ തോട്ടക്കാരൻ തൻ്റെ ചാച്ചാജിക്ക് നെഹ്റുവിന് പൂക്കൾ ഏറെ ഇഷ്ടമാണെന്നും അത് ചുവന്ന പൂവാണെന്നും മനസ്സിലാക്കുകയും ദിവസവും അദ്ദേഹത്തിന് ഒരു റോസാപ്പൂ നൽകുകയും ചെയ്തു. നെഹ്റു പിന്നീട് തൻ്റെ മരണം വരെ ആ പൂ തൻ്റെ നെഞ്ചോട് ഓരോ ദിവസവും ഓരോ പൂ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഏത് ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാലും അവിടെ കുട്ടികളെയായിരുന്നു സ്വീകരിക്കാൻ എല്ലാവരും നിർത്തിയിരുന്നത്. ആ കുട്ടികൾ നൽകുന്ന പനിനീർ പൂവും അദ്ദേഹം തൻ്റെ ഷർട്ടിൽ എപ്പോഴും തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതാണ് ആ പനിനീർ പൂവിന് പിന്നിലുള്ള കഥ.